മുഖ്യമന്ത്രി ചർച്ച കേരളത്തിൽ പൊടിപിടിക്കുമ്പോൾ നാളെ ഒരു പുസ്തകം നിങ്ങളുടെ കരങ്ങളിൽ എത്തുകയാണ്. മറ്റാരുടെയുമല്ല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പുസ്തകമാണ്. ആദം, നീ എവിടെയാകുന്നു? ക്രിസ്തു ദർശനങ്ങളിലൂടെ ഒരു സഞ്ചാരം. വി.ഡി. ഒരു നല്ല വായനക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 60 പുസ്തകങ്ങളാണ് വി.ഡി. വായിച്ചത്. വി.ഡിയെ നിരവധി തവണ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വി.ഡിയുടെ പ്രഭാഷണങ്ങൾ അതേ സ്റ്റേജിലിരുന്ന് കേട്ടിട്ടുണ്ട്. മികച്ച പ്രഭാഷകനാണ് വി.ഡി. സതീശൻ. അപ്പോൾ വി.ഡിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. ക്രിസ്തു ദർശനങ്ങളിലൂടെ വി.ഡിയുടെ ഒരു സഞ്ചാരമാണ്. എന്തുകൊണ്ടാണ് വി.ഡി ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ക്രൈസ്തവ ചുറ്റുപാടുകളിലായിരുന്നു. വായന എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ കാലം മുതൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാനും വായിക്കുവാനും കൂടുതൽ സമയം കണ്ടെത്തുക പതിവായിരുന്നു. വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുകയും ഹൈന്ദവ വിശ്വാസിയായി തുടരുമ്പോഴും മറ്റ് മതങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും അതിലെ സാരാംശങ്ങൾ ഉൾക്കൊള്ളുവാനും എളിയ തോതിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ബൈബിളിലെ ഒരധ്യായം വായിക്കുന്നത് ഞാൻ പതിവാക്കി. യേശുക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ, ചിന്തകൾ, ലോകക്രമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. 2021 പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ് കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ സഹപ്രവർത്തകനായ സുഹൃത്തിനോടൊപ്പം കുമ്പനാട് ആസ്ഥാനമായ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഭാരവാഹികൾ എല്ലാ വർഷവും നടത്തുന്ന കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്, അതിന് ക്ഷണിക്കാനെത്തിയതൊരു പുതിയ അനുഭവമായിരുന്നു. അല്പം അങ്കലാപ്പോടുകൂടിയാണ് ഞാൻ ആ ക്ഷണം സ്വീകരിച്ചത്. വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പന്തലിൽ നിന്നുകൊണ്ട് എങ്ങനെ ദൈവവചനം പറയുമെന്ന ആശങ്കയുണ്ടായിരുന്നു. 2023 ജനുവരി 18 വൈകുന്നേരത്താണ് അത് സംഭവിച്ചത്. നിന്റെ രാജ്യം വരണമേ എന്നായിരുന്നു ആ വർഷത്തെ കൺവെൻഷന്റെ ചിന്താവിഷയം. ദൈവരാജ്യ സങ്കല്പത്തെക്കുറിച്ച് ക്രിസ്തുവിന്റെ ദർശനങ്ങൾ പതർച്ചയില്ലാതെ പറയാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. അന്നു മുതൽ സഭാവ്യത്യാസമില്ലാതെ നിരവധി ഇടങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ തുടങ്ങുന്ന ഈ പുസ്തകത്തിലെ മികച്ച ഒരധ്യായം മലയാളിയെ വെളിച്ചത്തിലേക്ക് നയിച്ച ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഞാൻ ബെഞ്ചമിൻ ബെയ്ലിയുടെ ഈ പ്രതിമയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, കോടിക്കണക്കിന് മലയാളികളുടെ അകക്കണ്ണ് തുറപ്പിക്കാനും നമ്മളെ ആത്മീയമായും സാംസ്കാരികമായും ഭൗതികമായും മുന്നേറാൻ പഠിപ്പിച്ച ബെഞ്ചമിൻ ബെയ്ലി എന്ന മഹാനായ ദൈവദാസന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഇവിടം. കുടുംബത്തിലേക്ക് മടങ്ങുക എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുള്ള ക്രൈസ്തവരുടെ കുടിയേറ്റത്തിന്റെ കഥകൾ അദ്ദേഹം പറയുകയാണ്. അവിടെ അദ്ദേഹം ഒഡീഷയിലെ ദരിദ്ര ആദിവാസി സമുദായങ്ങൾക്കിടയിൽ 35 വർഷത്തോളം താമസിച്ച് കുഷ്ഠരോഗികളെ ചികിത്സിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളായ ഫിലിപ്പ് തിമോത്തി എന്നിവരെ തീവ്ര ശക്തികൾ വെടിവെച്ച് കൊന്നതിനെ പറ്റിയൊക്കെ വളരെ ആഴമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ഭരണഘടന ഉറപ്പ് നൽകുന്ന വിശ്വാസ സംരക്ഷണം തന്നെ അസാധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്നാണല്ലോ ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വചനവും അദ്ദേഹം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ആദം, നീ എവിടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ സതീശൻ പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ എന്ന് പറഞ്ഞ് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള എല്ലാ പോരാട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും എന്നാണ് വി.ഡി പറഞ്ഞിരിക്കുന്നത്. നീതി സൂര്യനായ സ്റ്റാൻ സാമി എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ മധ്യഭാഗത്ത് അദ്ദേഹം പറയുകയാണ്, ക്രിസ്തു ഭരണകൂടത്തോട് ഉന്നയിച്ച അതേ ചോദ്യങ്ങളാണ് സ്റ്റാൻ സാമിയും ആധുനിക കാലത്ത് ഭരണകൂടത്തോട് ഉന്നയിക്കുന്നത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിനെതിരായ ഒരുപാട് കള്ളത്തെളിവുകൾ ഹാജരാക്കി. അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ വ്യാജ തെളിവുകൾ കുത്തി നിറച്ചത് അമേരിക്കൻ ഫോറൻസിക് സ്ഥാപനം കണ്ടെത്തി. ജയിലിലിട്ട് പരമാവധി പീഡിപ്പിച്ചു. പാർക്കിൻസൺസ് രോഗബാധിതനായ അദ്ദേഹം വെള്ളം കുടിക്കാൻ സിപ്പർ അനുവദിക്കാൻ NIA-യും ജയിൽ അധികൃതരും തയ്യാറായില്ല എന്ന് അദ്ദേഹം ഇതിൽ കുറിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം യേശുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടു. ബാക്കി ഒക്കെ അദ്ദേഹം എഴുതിയിരിക്കുമ്പോൾ ഈ 8 വർഷം സെമിനാരികളിൽ പഠിച്ചിറങ്ങിയ പുരോഹിതന്മാർ പറയുന്നതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായി പഠിച്ച് അവതരിപ്പിക്കുന്ന ആ ശൈലി അത് ഗംഭീരമാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന പേജ് ഇതാണ്, കവർ പേജ്, അവസാന കവർ പേജ്. അവിടെ സിറിയക് തോമസ് സാറ് കുറിച്ചിരിക്കുകയാണ്, ആദം നീ എവിടെയാകുന്നു എന്നാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സുവിശേഷ പ്രഭാഷണങ്ങളുടെ ഈ സമാഹാര ഗ്രന്ഥത്തിന് VD സതീശൻ പേര് നൽകിയിരിക്കുന്നത്. ആദമിനെ അന്വേഷിക്കുന്ന ദൈവത്തെ തിരിച്ചന്വേഷിക്കുന്നതാണ് സതീശൻ്റെ ബൈബിൾ പ്രഭാഷണങ്ങളുടെ രസവും രഹസ്യവും. എൻ്റെ വിശ്വാസ ജീവിതത്തിലെ നിത്യവിസ്മയ പ്രാർത്ഥനയായ 91-ാം സങ്കീർത്തനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഹൃദയത്തെ സ്പർശിച്ച പ്രാർത്ഥനയെന്ന തിരിച്ചറിവ് എനിക്ക് നൽകിയ ആഹ്ലാദവും ഞാൻ മറച്ചു വെക്കുന്നില്ല. ഡോക്ടർ സിറിയക് തോമസ്. 280 രൂപയുള്ള പുസ്തകം നാളെ മുതൽ DC-യുടെ എല്ലാ സ്റ്റോറുകളിലും നിങ്ങൾക്ക് ലഭ്യമാണ്. നിശ്ചയമായിട്ടും ഞാൻ പറയുമല്ലോ, ഞാൻ എല്ലാ പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്ന വ്യക്തിയല്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് വായിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ബുക്കാണ് ആദം നീ എവിടെയാകുന്നു. VD സതീശൻ ജി, യു ഡൺ വെൽ, സൂപ്പർ, എക്സലന്റ്.